ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടും കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് വോയിസ് ചോദിക്കേണ്ട, ചേച്ചി എന്താ പറ്റില്ലേ, പ്രഗ്നൻ്റ് ആണോ എന്നൊരു ചോദിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ കുറച്ച് കൂടുതലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. മൈഗ്രെയിനും സൈനസും കൂടെ ഒരുമിച്ചാണ്. അപ്പം കുറേ മരുന്നുകളൊക്കെ ട്രൈ ചെയ്ത് വന്നിട്ടും കുറയുന്നൊന്നുമില്ല. അപ്പം അതിന് ആർക്കെങ്കിലും അറിയാവുന്ന നാട്ടുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് വിച്ച് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ വിച്ചിനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ ആദ്യക്കുട്ടിനെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ. എല്ലാ ദിവസവും റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടെന്നൊക്കെ ആഗ്രഹിക്കട്ടെ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ശരിക്കും വയ്യാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. പിന്നെ ഷോർട്സൊക്കെ നമ്മളെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടിങ്ങനെ. കാരണം ചാനൽ ഡൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകുന്നത്. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവർ എപ്പോഴും പറയും നമ്മുടെ വ്ളോഗ് ഇഷ്ടമുള്ളവർ എന്താ വെച്ച് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ ആർക്കെങ്കിലും ഇതിന് നല്ലൊരു മെഡിസിൻ അറിയുകയാണെങ്കിൽ നമ്മുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അങ്ങനെ ഇത്രയും ദിവസം കാണാണ്ടിരുന്നതിൻ്റെ സ്നേഹപ്രകടനമൊക്കെ ഞാൻ അപ്പനും മോനോട് അകത്ത് തരട്ടെ. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് വീടിൻ്റെ ഹോം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോസിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാനായിരിക്കും കേട്ടോ. പിന്നെ വിച്ച് വന്നത് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറേ നാൾ മുന്നേ, അതായത് നമ്മൾ ഈ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റം അപ്പം ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വിച്ചിന് ഒരു ഐഡിയ കിട്ടിയില്ല ഇത് എന്താ സാധനം എന്നുള്ളത്. ഞാനിത് നമ്മുടെ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് പേരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. ഇതിലാകെ 3 പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ അപ്പപ്പനിയാരം ഒരു പാനായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാനായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്, നല്ല വെയിറ്റ് ആണ്. കാരണം നല്ല ഒറിജിനൽ അയൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പണ്ടത്തെ ഒരു ദോശക്കല്ലൊക്കെ ഇല്ല, ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. നല്ല വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇത് നെക്സ്റ്റ് കാണുന്നത്. അതിന് മുന്നേ കുറച്ച് തവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റീൽ ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ പിടിക്കുമ്പോൾ കൈ കൊള്ളാണ്ടിരിക്കാൻ യൂസ് ചെയ്യാനായിട്ട് 2 സിലിക്കോണിൻ്റെ പാഡുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മറ്റേ നോൺ സ്റ്റിക്ക് പോലെ അല്ലല്ലോ, ഇതിൻ്റെ സൈഡ് സ്റ്റീൽ പെട്ടെന്ന് ചൂടാവില്ല. അപ്പോൾ കൈ കൊള്ളാണ്ട് പിടിക്കാനുള്ള ഒരു സിലിക്കോൺ പാഡ് 2 തവികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ സാധനം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല കുഴിഞ്ഞൊരു കടായിയാണ് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. അടിപൊളി കടായാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെല്ലാം നല്ല വെയിറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ലിഡും വരുന്നുണ്ട് കേട്ടോ. ഇത് അൺബോക്സ് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ വെച്ചും കൊണ്ട് എടുത്ത് ഇതിനകത്ത് എന്ത് കറി ഉണ്ടാക്കുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വെയിറ്റ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് വന്നാൽ നല്ല അടിപൊളി ഫ്രൈ പാനാണ് കേട്ടോ. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള നല്ലൊരു പാനാണ്. നമുക്ക് മീൻ വറക്കാനോ മെഴുക്കുവരട്ടി വെക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി പാനാണ് കേട്ടോ. ഇത് അമ്മയ്ക്കാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ സാധനം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെയിം പാക്കറ്റ് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ പോകുമ്പോൾ അവിടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അത്ര അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം നേച്ചർ ഫ്രണ്ട്ലി ആണ്, 100% ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഒരു കിടിലം പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ എപ്പിക് കപ്പിൾ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് up to 12% വരെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി കിടിലൻ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് നാച്ചുറലി നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതേപോലെ അത് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ അയണിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഫുഡിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കാപ്പിക്ക് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ പ്രൊഡക്റ്റ് വന്നാലേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിലാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. നമ്മൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് ചൂടാവട്ടോ, അത് ഞാൻ കണ്ടൊരു പോസിറ്റീവ് കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിക്ക് ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, കാരണം നമ്മുടെ സൈഡിലൊക്കെ നമ്മൾ നോൺ സ്റ്റിക്ക് പിടിക്കണ പോലെ അല്ല, സ്റ്റീലാകുമ്പോൾ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് കൈ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് നോക്കി യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇടാൻ കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചിക്കൻ മസാല പോലെ തന്നെ ഗരം മസാല പോലെ തന്നെ നമ്മളൊരു മസാല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യണില്ല കേട്ടോ. തക്കാളിക്ക് പകരം ഞാൻ ഈ ഹോട്ട് ആൻഡ് സോറിൻ്റെ ഒരു ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് പച്ചമണം വാടുന്ന വരുന്ന പെട്ടെന്ന് പച്ചമണമൊക്കെ മാറും കേട്ടോ. കാരണം ഓൾറെഡി പാത്രം നല്ല ചൂടാണ്, കരിഞ്ഞു പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ സോസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് ഏകദേശം നല്ല രീതിക്ക് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മുട്ട അവിടെ പുഴുങ്ങാൻ എടുത്ത് വെച്ചത് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഈ മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കണം. അതിന് മുന്നേ മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്യണത് നമ്മുടെ മല്ലിയില ഉണ്ടോ. മല്ലിയില ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല. കാരണം എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അച്ഛൻ ലോറിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ തന്നെ വണ്ടിയിൽ ഫുഡിനൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അച്ഛനാണ് നമ്മളെ മല്ലിയില യൂസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്. അത് പിന്നെ മല്ലിയില ഇല്ലാത്തൊരു കറി എനിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഏകദേശം ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ കറിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ആ മസാലയൊക്കെ അതിൻ്റെ മേലെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ മസാല അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ഈ ലിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 സെക്കൻഡ് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റായിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ പുട്ടൂരിക്കകത്ത് പുട്ടല്ല, ആദ്യമുള്ള പഴമാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തറവാട്ടിൽ പോയിട്ട്
പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പച്ചച്ചീരയും ചുമന്ന ചീരയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ട് അപ്പോൾ ആദ്യക്കൂടിന് കൊടുക്കാനുള്ള ചോറ് എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ടായിരിക്കും കേട്ടോ അവന് ചോറ് എടുക്കുക. പിന്നെ മീൻ വറുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് മതി കേട്ടോ. പിന്നെ ചില ദിവസം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഭ്രാന്ത് കയറും കേട്ടോ. കാരണം ഇരിക്കുന്ന ടോപ്പുകളെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തേച്ച് മടക്കി ഇങ്ങനെ വെക്കും കേട്ടോ. സെറ്റായിട്ട് ഇരിക്കണം കാണാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ കടയിലൊക്കെ നിന്ന് പരിചയമുള്ളതുകൊണ്ട് മടക്കി വെക്കാനൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മൂച്ച് കയറി ആ ദിവസം ഇരുന്ന കുറേ ടോപ്പുകൾ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ അയൺ ചെയ്ത് തേച്ച് മടക്കി വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ. ഒരഹങ്കാരമൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഇതെല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് തലവേദന ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി സ്പെക്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വെക്കാത്തതാണ്. സ്പെക്സ് വെക്കുമ്പോൾ എനിക്ക് ഓൾറെഡി വേറൊരു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്പെക്സ്. അപ്പോൾ അതൊക്കെ വെച്ച് ഒരു തലവേദന എടുത്ത് നല്ല രീതിയിൽ പൊളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്കിലും ഇങ്ങനെയും കുറഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് എൻഗേജ്ഡ് ആവുന്നത്. കാരണം എനിക്ക് നാളെ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്കൊരു ഷൂട്ടുണ്ട് കേട്ടോ. നമ്മുടെ ARMൽ സോങ്ങിൻ്റെ റീക്രിയേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് നമ്മുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇനി സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഞാൻ ലേഡാർല എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളി കളക്ഷനാണ്. സൂപ്പർ, ഭയങ്കര കംഫർട്ടാണ് കേട്ടോ നമുക്ക് ഇട്ടുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ വെയിൽ മൂക്കുന്നതിന് മുന്നേ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒരു ഉപ്പിലിട്ട കടയിൽ കയറിയിട്ട് നല്ല ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എന്താണ് കൊടംകുലുക്കി സർബത്തോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ഞാനതല്ല വാങ്ങിച്ചത്. ഞാനൊരു കരിക്കിൻ്റെ ജ്യൂസ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കറ്റാർവാഴ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിച്ചിന് അത് എടുക്കാണ്ട് പോരാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ അക്കു നമുക്ക് കറ്റാർവാഴയൊക്കെ ചെറിയ ചട്ടിക്കകത്തൊക്കെ ആക്കി സെറ്റ് ചെയ്ത് തരാണ് കേട്ടോ വിച്ചിന് വേണ്ടിയിട്ട്. ഓൾറെഡി അവൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം 2 കറ്റാർവാഴ അവൻ അവിടെ നിന്ന് അടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. ചട്ടിക്കകത്തേക്ക് മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും പോരാഞ്ഞിട്ട് അവൻ വീട്ടിൽ ചെല്ലും വിടാൻ വേണ്ടിയിട്ട് വേറെ ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ചട്ടി നമ്മളെടുത്ത് ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് ഫേഷ്യൽ ചെയ്യാനുള്ള അതും അവൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മേടിച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കാരണം ശരിക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം തലേദിവസത്തെ ക്ഷീണവും തലവേദന പിന്നെ ഷൂട്ടിൻ്റെ ഇതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കറ്റാർവാഴ ചോദിച്ചാൽ വണ്ടിയിൽ വരഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് അവിടെ ഞങ്ങളെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നമ്മൾ അരിയൊക്കെ ഇങ്ങനെ ബൾക്കായിട്ടായിരിക്കും കേട്ടോ വാങ്ങിച്ചു വെക്കുന്നത്. അങ്ങനെ അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരായിരുന്നു കേട്ടോ. നേരം വെളുക്കുന്ന സമയത്ത് ഇറങ്ങിയതാണ്. തിരിച്ചു പോകുമ്പോൾ ഏകദേശം ആ ഒരു ടൈം പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നേരം വെളുത്തല്ല, സന്ധ്യ ആയതായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കും ഈ ആദ്യക്കൊട്ടം നമ്മൾ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ തന്നെ അവൻ ഓടി വരും കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഏട്ടയുടെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച പ്രൊഡക്റ്റ് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ കട്ടുപ്പത്തിൽ ഒരു ചായയൊക്കെ കുടിച്ചു വീച്ച് ഫ്രഷ് ആയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ലവ് യു ആൻഡ് ബൈ.